ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തല്ല, സുഖമായിരിക്കുന്നോ എല്ലാവരും? ഇടയ്ക്കെങ്കിലും ഒന്ന് ചോദിക്കണ്ടല്ലേ നിങ്ങളൊക്കെ സുഖമായിരിക്കുന്നോ എന്നുള്ളത്. പിന്നെ ഞാൻ ഇന്ന് കുറച്ച് അനുഭവക്കുറിപ്പുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഈ യൂട്യൂബിലുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്നായാലും അല്ലെങ്കിൽ പുറത്തുനിന്നായാലും പോരാത്തീന് ലോകം മൊത്തം കാണുന്ന നിങ്ങൾ ജനങ്ങളുടെ മുമ്പിലായി കഴിഞ്ഞാലും കമൻസ് വഴിയും ഒരുപാട് നമ്മൾ നേരിടേണ്ടി വരുന്ന പല പല കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒറ്റക്ക് എവിടെയെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ നമ്മളെ എന്താ പറയുക അപ്രിഷ്യേറ്റ് ചെയ്യാൻ കുടുംബത്തിൽ നിന്നായാലും പുറത്തുനിന്നായാലും ആൾക്കാരുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് കഷ്ടപ്പെടുമ്പോൾ ആരും ഉണ്ടാവില്ല. നെഗറ്റീവ് പറയാനേ എല്ലാവരും ഉണ്ടാവുള്ളൂ കേട്ടോ. എത്ര നല്ല നിലയിൽ നമ്മൾ വീഡിയോസ് ഇട്ടാലും എൻ്റെ ജോലി ഇതാണ്. അപ്പം എത്ര നല്ല നിലയിൽ നമ്മൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടിട്ട് നമ്മൾ പിന്നെ പരിഹസിക്കാനും കളിയാക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും. പിന്നെ അതുപോലെ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വരുമ്പോൾ ബുദ്ധിയില്ലായ്മയാണ്, മതത്തിൽ വിശ്വസിക്കുന്നവർ എല്ലാവരും ബുദ്ധിയില്ലാത്തവരാണോ, അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. പിന്നെ അതുപോലെ തട്ടം ഒഴിവാക്കിയാലാണ് നല്ലത് എന്ന് പറയും. ഓരോരുത്തരെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാനൊന്നും ആർക്കും അധികാരമില്ല അല്ലേ. പിന്നെ തട്ടം ഒഴിവാക്കിയാലാണ് ബുദ്ധി കൂടുക. അതിൽ ഒരുത്തം പറയുന്നുണ്ട്, എന്നാ പിന്നെ ലെഗിൻസും ടീഷർട്ടും ഇട്ട് നടന്നാൽ 100% ബുദ്ധി ഉറച്ചൊന്നും വിശ്വസിക്കല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തെല്ലാം തട്ടിവിടല എന്നറിയുമോ. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് പേഴ്സണലി ഞാൻ അറിയുന്ന കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട്. ഇപ്പം കൂടി നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പം അതിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷമമാകുന്നുണ്ട്. ഓരോരോ കുടുംബത്തിൽ നിന്നൊക്കെ ആയിക്കഴിഞ്ഞാലും ഇങ്ങനെ കേൾക്കേണ്ടി വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമല്ലോ നമ്മളെ സങ്കടങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ സ്ഥാനത്ത് എത്തുന്നവരെ ഇതൊരു കല്ലും മുള്ളും നിറഞ്ഞ ഒരു വഴിയാണ് അല്ലേ. അപ്പം അതിൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നവരെ നമ്മൾ ഒരിക്കലും എന്താ പറയുക പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നിന്റെ കഥ എന്നും പറഞ്ഞിട്ട് ഇരിക്കും. പൊരുതി മുന്നേറുക. ഞാൻ ഈ കണ്ട കാലം വരെ പഠിച്ചെടുത്തൊരു പാഠം എന്ന് പറയുന്നത് അതാണ്. മറ്റുള്ളവരുടെ സഹതാപത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കിന് നമ്മൾ പിന്നെ കാത് കൊടുത്ത് നിന്ന് കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇപ്പറുള്ളവർ എന്ത് വിചാരിക്കും എന്നും കരുതിയിട്ട് ഇരുന്നാൽ ഒന്നും നേടാനും സാധിക്കൂല. ആ വിചാരിച്ചിരിക്കൽ മാത്രമാണ് ഉണ്ടാവുക. ഞാനത് സത്യം നിങ്ങളോട് പറയാം, ഞാനത് ചിന്തിക്കാറേ ഇല്ല ഇപ്പോൾ. മറ്റുള്ളവരെ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും. കാരണം ഞാൻ എന്നുള്ളൊരു സത്യം എൻ്റെ ഉള്ളിലുള്ളിടത്തോളം കാലം നമുക്കൊരാളെ പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ് അല്ലേ. അല്ലെങ്കിൽ നിങ്ങളല്ല എന്ന് പറ. നമ്മൾ ചെയ്യുന്ന കാര്യം 100% നമ്മൾക്ക് പെർഫെക്റ്റ് എന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുന്നിടത്തോളം കാലം ഒരാളെയും നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മൾ ശരികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഒരാളെ നമ്മൾ തൃപ്തിപ്പെടുത്താൻ ഒരാളെ 2 ആളെ 3 ആളെ നമുക്ക് പറ്റും. ഈ ലോകത്തുള്ള എല്ലാവരും തൃപ്തിപ്പെടുത്തിയിട്ട് ജീവിക്കാൻ പറ്റുമോ? എൻ്റെ ഒരു സംശയമാണത്. പറ്റൂല. പിന്നെ എന്താണ് പറ്റുക? നമ്മളായിക്കൊണ്ട് ജീവിക്കുക. അതിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെട്ടാൽ മതി. നമ്മളെ ഇഷ്ടപ്പെടുന്നവര് ഇഷ്ടപ്പെട്ടാൽ മതി. അല്ലാത്തവരോട് പോവാൻ പറയുക. നമ്മൾ 100% ഇപ്പൊ രക്തബന്ധമായി കഴിഞ്ഞാലും എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ് കേട്ടോ. എങ്ങനെ രക്തബന്ധമായി കഴിഞ്ഞാലും കൂടുതൽ നമ്മളെ അടുത്തറിയുന്നവരായി കഴിഞ്ഞാലും നമ്മളെ മനസ്സിലാക്കാത്തവരെ വിട്ടുകളയണം. അവരെ ആലോചിച്ച് ഒരിക്കലും വിഷമിക്കരുത്. നമ്മളായി തന്നെ മുൻപോട്ട് പോവാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പം അതിൽ ഞാൻ ഈ ഒരു വിഷയം കൊണ്ടുവന്നിട്ടത് എൻ്റെ അറിവിലൊരു യൂട്യൂബർ ഉണ്ട്. അവളോട് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. അവരിത് പറയുന്നു, മറ്റവരത് പറയുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പം പിന്നെ അതുപോലെ ഇങ്ങനെ തളർത്താൻ നോക്കും. ഇപ്പം ഞാനിപ്പം മതപരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് പറ്റിയ പണി അടുക്കള പണിയാണ്, നിങ്ങൾക്ക് പറ്റിയ പണി ഫുഡ് ഉണ്ടാക്കുന്ന പിന്നെ അതാണ്,
ഫുഡിന്റെ റെസിപ്പി ആയിട്ട് വന്നോ? അതെന്താ ഫുഡിന്റെ റെസിപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു തരം താഴ്ത്തലുണ്ടോ? അങ്ങനെ അത് ബുദ്ധിയില്ലാത്തവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പണിയാണോ? എന്താണ് നിങ്ങളുടെയൊക്കെ ഇങ്ങനത്തെ ഒരു നിലപാടെന്ന് എനിക്കറിയില്ല. ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കലയാണത്. നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ്. ആ ഫുഡ് ഉണ്ടാക്കുന്നതിലും ഞാൻ എക്സ്പേർട്ടാണ്. ഞാൻ എന്നെ തന്നെ പോക്കി പറയുന്നൊന്നും വിചാരിക്കണ്ട. എൻ്റെ ബാക്കോട്ടുള്ള വീഡിയോസൊക്കെ എടുത്ത് നോക്ക് നിങ്ങൾ. വൈറലായ എൻ്റെ ഫുഡ് റെസിപ്പിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് നോക്ക്. അപ്പോൾ ഒന്നിനെയും നമ്മൾ ചെറുതായിട്ട് കാണാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ. പിന്നെ എന്താ വിദ്യാഭ്യാസം ഇതില്ല. ഞാൻ പറയട്ടെ, നമ്മൾ പുറമേ നിന്ന് നോക്കി കാണുന്നവരാവൂല. മനസ്സിലായോ? നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാളെ വിലയിരുത്താൻ നിൽക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് വായിൽ തോന്നുന്നത്, നിങ്ങൾ എന്താണോ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്താണോ വിചാരിച്ച് വെച്ച് ആ ഒരു വീഡിയോന്റെ അടിസ്ഥാനത്തിലായിരിക്കും വന്നിട്ട് കമന്റ്സ് ഒക്കെ ഇടുന്നത്. പക്ഷെ അത് നിങ്ങൾ കണ്ട ആളായിരിക്കൂല റിയാലിറ്റിയിൽ. അങ്ങനെ കണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരു യൂട്യൂബിന്റെ ഒരു ചാനലും കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നും അല്ല അത്. അതിന് കുറച്ച് ഗഡ്സ് തന്നെ വേണം. അത് മുൻപോട്ട് അങ്ങത്തോളം എത്തണമെങ്കിൽ കുറച്ച് ഗഡ്സ് വേണം. അതിനെ ഇറങ്ങി തിരിച്ചവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഈ നമ്മൾ പൊതു പ്ലാറ്റ്ഫോമിലാണുള്ളത് അല്ലേ? നമ്മൾ പൊതുജനത്തിന്റെ ഇടയിൽ ഇറങ്ങി വന്നിട്ട് അവരുടെ സ്നേഹവും ഇഷ്ടക്കുറവും അവർ പറയുന്ന തെറിയും എല്ലാം കേട്ടിട്ട് ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ കുറച്ച് ഗഡ്സ് വേണ്ടേ? അത് നിങ്ങൾ സമ്മതിച്ചു തരണ്ടേ? വേണ്ടേ? അപ്പോൾ ഞാൻ എന്താ പറയുക, എന്തെങ്കിലും വേണ്ടാത്ത രീതിയിലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനത്തത് നിങ്ങൾക്ക് ഇഷ്ടം. എൻ്റെ ഫോളോവേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്. എന്നോട് പറയാറുണ്ട്, ഇനിയും പറയണം. വിമർശിക്കണം. നിങ്ങൾ പറയണം. പറ്റാത്ത വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ ഇനി അത് ചെയ്യണ്ട എന്ന് പറയണം. പക്ഷേ നിരുത്സാഹപ്പെടുത്തരുത്. എങ്ങനെ? പാചകത്തിന്റെ ചെയ്യാൻ നല്ലത് എന്താ? എനിക്ക് വീണ്ടും അതാ പറയാനുള്ളത്. പാചകത്തിന് എന്താണ് മോശം? ഒരു മോശമല്ല. മറ്റുള്ളവരെ വിമർശിക്കുന്നതിനെക്കാട്ടിലും നല്ലത് പാചകത്തിൻ്റെതാണ്. ഞാൻ പറഞ്ഞില്ലേ, അതിനൊരു കഴിവ് തന്നെ വേണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ പ്രത്യേക കഴിവ് തന്നെ വേണം. നിങ്ങൾ അംഗീകരിക്കണം അങ്ങനത്തെ ആൾക്കാരെ. എന്നെ പോലെയുള്ള വീട്ടമ്മമാരെ ഒക്കെ നിങ്ങൾ അംഗീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ വിമർശിക്കുക നല്ല രീതിയിൽ. നമ്മൾ സപ്പോർട്ടും ചെയ്യുക. വെറും വിമർശനം മാത്രമല്ല വേണ്ടി, സപ്പോർട്ട് തരിക. ഞാൻ എപ്പം പറയാറുണ്ട്, നിങ്ങളെ കൈകളിലാണ് എല്ലാം. നിങ്ങൾ നമ്മളെ വളർത്തിക്കൊണ്ടുവരിക. എനിക്ക് വേണ്ടത് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പിന്തുണയും അതൊക്കെയാണ് എനിക്ക് വേണ്ടത് കേട്ടോ. ഏത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയുക. അതിപ്പോൾ വേറെ, ഞാനിപ്പോൾ ഒരു 2 മാസമായിട്ടുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഒരു 2 മാസം ആയിട്ടുള്ളൂ ഞാൻ റിയാക്ഷൻ വീഡിയോ എന്ന രീതിയിൽ എങ്ങനെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയത്. അതെന്നോട് വേറൊരു യൂട്യൂബർ പറഞ്ഞതിൻ്റെ പ്രകാരമാണ്. കാരണം നിങ്ങൾ ഈ മതത്തിലുള്ള ആൾക്കാരല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് മിഞ്ഞാന്ന് ഞാനൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പെറ്റ് കൂട്ടാനുള്ളൊരു വർഗമാണ് സ്ത്രീ അല്ലേ? അത് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരിക്കലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല കേട്ടോ. അത് എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഞാൻ അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു സ്ത്രീ ആയിക്കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്നവരുണ്ട്, ചെയ്യിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. ചെയ്യാത്തവരോടാണ് പറയുന്നത്. അപ്പൊ അതില് സ്ത്രീകൾക്ക് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞു മക്കളോട് വരെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ജീവിതം എന്ന് പറയുന്നത് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ വെറും ആ കല്യാണപ്രായം എത്തുന്ന വരെയുള്ള പഠിപ്പല്ല. ഞാൻ എൻ്റെ മക്കളോട് പറയും, ലക്ഷ്യം വിവാഹമല്ല അല്ലേ? ഒരു ലക്ഷ്യം, ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് വിവാഹമല്ല, സ്വയം പ്രാപ്തി വരുത്തുക എന്നുള്ളതും തന്നെയാണ്. അവരിപ്പം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ ചോട്ടാച്ചി മോളെ വരെ എൻ്റെ മൂത്ത മോള് പറയും, നമുക്ക് നിബൂസിനെ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം. ഞാൻ പറയും, അവള് വലുതാവട്ടെ, അവള് തീരുമാനിക്കട്ടെ എന്ന് പറയും. ഒരാൾ ഡോക്ടർ ആവണം, ഒരാൾ എഞ്ചിനീയർ ആണോ, ഒരാൾ നിബൂസിനെ കളക്ടർ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നിട്ട് നമ്മൾ തമാശ പറയും കേട്ടോ. അപ്പൊ അവരുടെ ചോയ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുമല്ലോ. എന്നാലും ഞാൻ പറയും, എന്ത് തന്നെ ആയാലും ഏതിലായാലും ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ വയ്യോട്ട് ഉറച്ചു നിന്നിട്ട്
എന്തെങ്കിലും ഒന്ന് നേടണം, സ്വയം പ്രാപ്തി വരുത്തണം. അതിനുശേഷം നിങ്ങൾ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾ പഠിച്ച് ജോലി ആയല്ലാണ്ട് നിങ്ങളെ ഇവിടെ വിവാഹം കഴിപ്പിക്കൂല എന്നുള്ളത് എനിക്കൊരു വാശിയാണ്. പെൺകുട്ടികളെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിച്ച് മാത്രം വിവാഹം കഴിപ്പിക്കുക. കാരണം ഒരു ഭർത്താവിൻ്റെ ആയിക്കോട്ടെ, ഏതൊരു രക്ഷിതാവിൻ്റെ ആയിക്കോട്ടെ, ആ മക്കള് പെൺകുട്ടികള് ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാനോ തല കുനിക്കാനോ ഒരാളെ മുമ്പിൽ ഭാരമായിട്ട് ജീവിക്കാനുള്ള വരരുത് എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ എത്രത്തോളം എനിക്ക് കഴിയുമെന്നറിയില്ല, എൻ്റെ കഴിവിൻ്റെ പരമാവധി അങ്ങേ അറ്റം എൻ്റെ മക്കളെ പഠിപ്പിച്ച് നല്ലൊരു ജോലി ആക്കുന്നവരെ ഞാനത് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. സ്വതന്ത്രമായിട്ട് അവർ നല്ല നിലയിൽ ജീവിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. പണ്ടുള്ള കാലത്തെ പോലെ ഞാൻ പിന്നെയും പറയുന്നതാണ്, ഇന്ന മതത്തിൽ നല്ല ഏത് മതത്തിലായി കഴിഞ്ഞാലും സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുക്കള പണിക്കും കുട്ടികളെ ഉണ്ടാക്കാനും അങ്ങനത്തെ ഒരു യന്ത്രമാവാതെ നല്ല നിലയിൽ നമുക്കൊരു ക്യാരക്ടർ ഉണ്ട്, നമുക്കൊരു വ്യക്തിത്വം ഉണ്ട്, നമുക്ക് ലക്ഷ്യങ്ങളുണ്ട്, നമുക്ക് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നത്തിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിക്കണം. നമുക്കുമുണ്ട്, നമുക്കും സ്വപ്നങ്ങൾ കാണാം, നമുക്കും നേടിയെടുക്കാം, നമുക്കും എന്തിനും പറ്റും എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നിടത്താണ് നമ്മുടെ വിജയം. നമ്മളെ കൊണ്ടും സാധിക്കും, നമ്മളെ കൊണ്ടും എല്ലാത്തിനും കഴിയും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒരിക്കൽ കൂടി പറയാം. സൈക്കിൾ ബാലൻസ് ഇല്ല, ഞാൻ സൈക്കിൾ വരെ ഓടിച്ചിട്ടില്ല ചെറുതിൽ കേട്ടോ. അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ സങ്കടമൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും ഇപ്പൊ എടുത്തിടണ്ട. സൈക്കിള് ബാലൻസ് ഇല്ല എനിക്ക്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ബൈക്കായാലും ബുള്ളറ്റ് ആയാലും ലാസ്റ്റിൽ സ്കൂട്ടി എടുത്ത സമയത്ത് നമ്മളിവിടെ പുരയെ കൂടിയിട്ട് ഞാൻ പറഞ്ഞ് ഓരിങ്ങനെ പുറത്തുനിന്ന് വരുന്ന സമയത്ത് ഞാൻ വേഗം കയറിയിട്ട് ഓരോ മുമ്പിൽ അവിടെ ഇരിക്കും. ഒന്ന് എന്നെ പഠിപ്പിച്ചതാ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവിടുന്ന് എനിക്കൊന്നും പഠിക്കാൻ കഴിയില്ല, സൈക്കിൾ ബാലൻസ് ഇല്ലാത്തയാ, എനിക്കൊന്നും പഠിക്കാൻ കഴിയില്ല. ആ സമയത്ത് കുട്ടികളൊക്കെ നന്ന ചോട്ടയാട്ടോ. അപ്പം ഈ കുട്ടികളെ പിന്നെ 2 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ ദർസിലെല്ലാം മദ്രസയിലെല്ലാം ചേർത്തണം, കുറച്ച് നടക്കാനുണ്ട് മദ്രസയിൽ. അപ്പോൾ അവരെങ്ങനെ കൊണ്ടുപോയി വിടലും സ്കൂളിലായി കഴിഞ്ഞാലും ഇങ്ങോട്ട് കൂട്ടലും എല്ലാം വേണ്ടേ. ആദ്യത്തെ 1 വർഷത്തോളം ഞാൻ നടന്നിട്ട് കൊണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തും. ഓരോ കുറ്റം പറഞ്ഞതല്ല കേട്ടോ, ഓർക്ക് പേടിച്ചിട്ടാണ്. നമ്മളൊക്കെ ഇങ്ങനെ വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ എന്തെങ്കിലും ആയിപ്പോവുമോ എന്നുള്ള ഒരു പേടിയാണ് അവർക്ക്. ഇപ്പോൾ ഓർ പോയി ഗൾഫിൽ പോയ സമയത്ത് ഞാൻ സമ്മതം ചോദിച്ചു, ഞാനിങ്ങനെ പഠിക്കാൻ പോയിക്കോട്ടെ എന്ന് സമ്മതം ചോദിച്ച്. പിന്നെ സ്കൂട്ടിൻ്റെതാ നോക്ക് എന്നുള്ളൊരു സമ്മതം ചെറുതായിട്ടൊന്ന് കിട്ടിയപ്പോഴത്തേക്കന്നെ ഞാൻ തുള്ളിച്ചാടി സന്തോഷിച്ച് എന്ത് ചെയ്ത്, ഞാൻ 2 വീലറും 4 വീലറും ഇതിനും വേണ്ടിയിട്ട് കൊടുത്ത് മാഷാ അല്ലാ ഞാൻ പഠിച്ച്. വർഷങ്ങളായിട്ടോ, അതിപ്പോൾ എത്രയായി 6-7 വർഷമായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്കറിയില്ല ഞാൻ 2 വീലറിന് മാത്രമാണ് പോയെന്നുള്ളതാണ് ഇവരുടെ ധാരണ. 2ഉം പഠിച്ച് ലൈസൻസ് എടുത്തവരാണ് ഇവർ അത്ഭുതപ്പെടുന്നത്. നീ കാറിൻ്റെതും പഠിച്ചോ എന്ന് ചോദിച്ചു. അപ്പം അതുപോലെ നമ്മളെ ജസ്റ്റ് ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഒരാളുണ്ടായാൽ മതി. നമുക്ക് ലക്ഷ്യം വേണം എന്നുള്ളതാണ് ഞാനിതിൽ മനസ്സിലാക്കിയത്. കാരണം എനിക്കത് പഠിച്ചേ തീരുള്ളൂ എന്നുള്ളൊരു ലക്ഷ്യം ഭയങ്കര വാശിയായിരുന്നു. പഠിച്ചേ തീരുള്ളൂ എന്നുള്ളൊരു വാശി. ആ വാശീൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ ഞാനത് പഠിച്ചു എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ വീഴാനൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. എന്നെക്കുറിച്ച് പോക്കി പറയുന്നല്ലോ, സ്കൂട്ടി ബന്ധമൊന്നും അങ്ങനെ വീഴാനൊന്നും പോയിട്ടില്ല. നമുക്ക് ഭയങ്കര അവിടെ ഉള്ള മാഷെന്നെ പറയും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ, പഠിക്കാൻ ഇങ്ങനെ വേണം കേട്ടോ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പം അതേപോലെയാണ് എന്തൊരു കാര്യത്തിനും നമ്മളെ കൊണ്ട് സാധിക്കും. ഞാൻ അതിന്ന് മനസ്സിലാക്കിയെടുത്തതാണ് നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളത്. എന്നിട്ട് ഇപ്പോൾ ഇപ്പം എൻ്റെ ഭർത്താവ് അന്നേരം സമ്മതിക്കാത്ത എൻ്റെ ഭർത്താവ് ഇപ്പോൾ എന്തെങ്കിലും സാധനത്തിനായാലും ഓർക്ക് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ നീ പോയി വാങ്ങിച്ചോ, അല്ലെങ്കിൽ മക്കളെ നീ പോയി കൊണ്ടാക്കിക്കോ, നീ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ മേത്താണ് ഇപ്പം എന്നെയാണ് പറഞ്ഞയക്കുക എല്ലാത്തിനും. അപ്പം അങ്ങനെ മാറ്റങ്ങൾ വരും. നമ്മളെ കഴിവുകൾ തെളിയിച്ചാൽ നമ്മളെ കുടുംബത്തിലും മാറ്റങ്ങൾ വരും. അവർ നമ്മളെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും എന്നുള്ളൊരു പാഠം ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇനിയുമുണ്ട് എൻ്റെ സ്വപ്നങ്ങൾ, അത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തില്ല.
ഏജ് ഒരു പ്രശ്നമല്ല മക്കളെ, എന്തിനും ഏജ് ഒരു പ്രശ്നമല്ല. നമുക്ക് ആരോഗ്യം ഉണ്ടായാൽ മതി, നല്ല കോൺഫിഡൻറ്റോട് കൂടിയിട്ടുള്ള മനസ്സുണ്ടായാൽ മതി. അപ്പം എൻ്റെ കൂട്ടുകാരികളോട് ഞാൻ, ഈ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള എൻ്റെ കൂട്ടുകാരികളോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന മോട്ടിവേഷൻ എന്ന ഇതുപോലെ പറഞ്ഞു കൊടുക്കുന്നത് ഈ വക കാര്യങ്ങളാണ്. അപ്പം എൻ്റെ ഈ വാക്കുകൾ കൊണ്ട് ഏതെങ്കിലും സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കുറേ പരീക്ഷണ ഘട്ടങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് കേട്ടോ. എവിടം വരെ എന്ന് ചോദിച്ചാൽ ദാ ഇവിടം വരെ. അപ്പം ഈ യൂട്യൂബ് കൊണ്ടും ഞാൻ മുന്നോട്ട് പോകുന്നത് ഒരുപാട് പരീക്ഷണങ്ങൾ എൻ്റെ ഫാമിലിയിൽ നിന്നായാലും, ഞാൻ പറയാറില്ലേ, ഫാമിലിയിൽ നിന്നായാലും പുറത്തുനിന്നായാലും നല്ല രീതിയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എൻ്റെ വീഡിയോസ് വേണ്ടാത്ത രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. എന്നാലും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, കേൾക്കുന്നുണ്ട്, മനസ്സിലായോ, കേൾക്കുന്നുണ്ട്. കല്ലി പുല്ലി എന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങ് വിടും. പിന്നെ എനിക്ക് കൂടുതൽ സങ്കടം വരിക എൻ്റെ ഹസ്ബൻഡ് എന്തെങ്കിലും പറഞ്ഞാലാണ്. കാരണം അത് നമ്മുടെ കൽബാണ്. അതെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാവും. ഞാനപ്പോൾ താണ് കേണ് ഞാൻ പറയൂ, എന്നെ ഒന്ന് വിശ്വസിക്കോ, എനിക്ക് കുറച്ച് സ്വാതന്ത്ര്യം തരൂ എന്ന് പറഞ്ഞിട്ട് കാലിൽ പിടിച്ചു കഴിഞ്ഞാൽ മൂപ്പറ മനസ്സലിയും. പാവാണ് കേട്ടോ, ഒരു പാവാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് ഇനിയും ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളൊക്കെ നേടിയിട്ട് നിങ്ങളെ മുമ്പിൽ ഞാൻ വന്നിട്ട് പറയും, ഡ്രൈവിങ് പഠിച്ച് ഞാൻ സെറ്റായ പോലെ ഇതാ ഞാനും സെറ്റായി ഈ ഒരു കാര്യത്തിൽ എന്നുള്ളത്. അതിന് വെയിറ്റ് ആൻഡ് സീ. എപ്പോഴും മനസ്സ്, എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, എപ്പോഴും ഞാൻ പറഞ്ഞു തരാറുണ്ടത്, മനസ്സ് സന്തോഷത്തിലാക്കുക. മനസ്സിലായോ? ഒരു കാര്യത്തിലും മനസ്സ് വിഷമിച്ചുകൊണ്ടേ നടക്കരുത്. 2 വർഷത്തോളം ഞാൻ ഒരേ ഒരു കാര്യം ആലോചിച്ച് വിഷമിച്ച് നടന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ സ്നേഹിക്കണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. നമുക്ക് അവരുടെ അടുത്ത് നിന്ന് സ്നേഹം കിട്ടണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. ഒന്നും അധികം പ്രതീക്ഷിക്കാതിരിക്കുക. ഇപ്പോഴത്തെ കാലഘട്ടം അതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് സ്നേഹമായാലും സന്തോഷമായാലും നമ്മൾ സന്തോഷിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുക, നമ്മൾ സന്തോഷിക്കുക. ആരും നമുക്കിങ്ങനെ എപ്പോഴും സന്തോഷം കൊണ്ടുതരുമൊന്നുമില്ല കേട്ടോ. സങ്കടമാണെങ്കിൽ ഇഷ്ടം പോലെ കൊണ്ടുതരൂ അല്ലേ? അവഗണനയിലൂടെ, കളിയാക്കലുകളിലൂടെ, അങ്ങനെയൊക്കെ പുച്ഛിക്കലുകളിലൂടെ ഒക്കെ നമ്മളെ സാഡാക്കാൻ ശ്രമിക്കും. അപ്പം അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് നമ്മളെയുള്ളൂ, നമ്മളുടെ മനസ്സിനെ നല്ല നിലയിലാക്കി കൊടുക്കുക. സന്തോഷം എവിടെയാണോ അവിടെ നമ്മളെ സന്തോഷം കണ്ടെത്തിയിട്ട് നമ്മളെ സന്തോഷം നമ്മൾ കണ്ടെത്തിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. മനസ്സിനെ എപ്പോഴും ഹാപ്പിയായി നിർത്തിയാൽ ശരീരം നല്ല പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു പാഠം ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോടും പറയുന്നത്. എന്നെ എല്ലാം എന്തെല്ലാം പറയുന്നുണ്ടാവും, നമ്മളിങ്ങനെ വായിട്ടലക്കുന്നുണ്ട്, അതൊക്കെ നെവർ മൈൻഡ് ആക്കി വിടുക, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, കല്ലി ഉല്ലി എന്നെല്ലാം പറയുക, അതേപോലെ അങ്ങ് വിടുക. ആ പറയുന്ന ഒരാളും നമ്മളെ വേദനിപ്പിക്കാനേ നിൽക്കുള്ളൂ, സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ വരുമോ? ഒരിക്കലും വരൂല, ഒരിക്കലും വരൂല. ജയിക്കേണ്ടത് ആർക്കാണ് നിർബന്ധം? നമ്മൾ ജയിക്കേണ്ടത് ആർക്കാണ് നിർബന്ധം? നമ്മൾക്ക് തന്നെയാണ് അല്ലേ? നമ്മൾക്ക് തന്നെയല്ലേ? നമ്മളോളം നമ്മൾ ജയിച്ച് കാണാൻ ആഗ്രഹിക്കുന്നത് ആരാണ്? ഒന്നുകിൽ നമ്മളെ പേരൻസ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ വേറെ ആരും ഇങ്ങനെ ഉണ്ടാവൂല. അപ്പം അതുകൊണ്ട് നമ്മൾ എന്തായിത്തീരണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനോടൊപ്പം നമ്മൾ ചിന്തിക്കണം, അതുകൊണ്ട് നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ ഫേസ് ചെയ്യാനുള്ളത്. അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ മനസ്സിന് കരുത്തേകിയിട്ട് മുൻപോട്ട് പോവുക. ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യം വെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഒരു ലക്ഷ്യം നമ്മൾ വെച്ചിട്ട് അത് നേടിയെടുക്കാൻ നോക്കുക. നമ്മൾ ഒരാളെ മുമ്പിൽ അടിയറവ് പറയാതെ, ഒരാൾക്കും കീഴ്പ്പെട്ട് ജീവിക്കാതെ സ്വതന്ത്രമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. എന്നെ വിമർശിക്കുന്നവരോട് ഞാൻ ഒരാളോടും ദേഷ്യം വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയല്ല കേട്ടോ. എന്നെ അറിയുന്നവർക്ക് അറിയാം കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് നിങ്ങൾ വിമർശിച്ചോ, ദേഷ്യപ്പെട്ടോ, തെറി തന്നെ പറഞ്ഞോ, എന്താണെന്നറിയോ? നിങ്ങളാ തരുന്ന തെറിയിലൊക്കെ എനിക്ക് വാശി കൂടുകയാണ്. അപ്പം ഞാൻ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് പോവാനുള്ള ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എനിക്ക് ഒരു കുഴപ്പമില്ല.
ഞാൻ അതിൻ്റേതായിട്ടുള്ള സെൻസിലേ അത് എടുക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ബുദ്ധിയില്ല എന്ന് പറഞ്ഞോ, എന്നാലും വേണ്ടില്ല. വട്ടാണ് എന്ന് പറഞ്ഞോ, കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടതിൽ പറഞ്ഞു തലക്ക് സുഖമില്ല എന്നാ തോന്നുന്നത്, ഒരു പിരി ലൂസായി എന്നാ തോന്നുന്നത്. ഞാനിവിടെ കുത്തിരുന്ന് ചിരിക്കുക എന്നല്ലാതെ നമുക്ക് അങ്ങനെ ഫീലിങ്സ് ഒന്നും ആവില്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവിടെ കുത്തിരുന്ന കരയായിരിക്കും അവിടെ. നമുക്ക് അങ്ങനത്തെ ഒന്നുമില്ല. ഇത് വേറെ തന്നെ ഒരു സാധനമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നിങ്ങൾ തരുന്ന തെറി കമൻ്റ് ആയാലും നെഗറ്റീവ് കമൻറ്റ്, ബാക്കിയുള്ളത് വിമർശനങ്ങളായി കഴിഞ്ഞാലും നമുക്ക് മുമ്പോട്ട് പോവാനുള്ള ഒരു മാർഗനിർദ്ദേശം കൂടിയാണ് നിങ്ങൾ അതിലൂടെ എനിക്ക് കാണിച്ചു തരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുറച്ച് പേർക്കെങ്കിലും എൻ്റെ വാക്കുകൾ നല്ല നിലയിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലതായിട്ട് തന്നെ എടുക്കുക കേട്ടോ. മറ്റതിനെ ഇങ്ങനെ തമാശ രൂപേണ തള്ളിക്കളിയോ. ഇപ്പം ഞാനെല്ലാം ഇങ്ങനെ ചെയ്യുന്നില്ല, അത് തന്നെ വേണ്ടാത്ത എല്ലാം വരുമ്പോൾ അതിൻ്റെതായിട്ട് ഉള്ള രീതിയിൽ തള്ളിക്കളയുക എന്നുള്ളതാണുള്ളൂ. പിന്നെ നിങ്ങളെ കല്യാണം കഴിപ്പിക്കാനൊക്കെ കുറേ ഞരമ്പന്മാരൊക്കെ വരും. അതും അതിൻ്റെതായിട്ടുള്ള ഇതിലൊക്കെ കണ്ട് കണ്ടാൽ മതിയെന്ന്. നമ്മളെന്താണെന്നുള്ളത് നമ്മൾക്കറിയില്ലേ അല്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മോട്ടിവേഷൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്നെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ലൈക്ക്, നിങ്ങളെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ. പിന്നെയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എനിക്ക് ഈ ജന്മം പ്ലേ ബട്ടൺ നിങ്ങൾ വാങ്ങിത്തരുമോ എനിക്കറിയില്ല. പ്ലീസ് ഒന്ന് വാങ്ങിത്തോ. എൻ്റെ ആഗ്രഹം അതും കൂടി ഒന്ന് പൂവണിയട്ട്. ഞാൻ കഷ്ടപ്പെടുന്നില്ലേ ഡെയിലി നിങ്ങളെ മുമ്പിൽ വന്നിട്ട്? പ്ലീസ്. പിന്നെ എന്താണ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇത്രയൊക്കെ തന്നെയുള്ളൂ. ക്ഷീണം പിടിച്ചു. എന്നാൽ ശരി, ബാക്കി ഇഷ്ടം പോലെ വർക്കുകളുണ്ട് ഇവിടെ. പിന്നെ വരാ.